അദ്ഉ ഇലല്ലാഹി അലാ ബസീറത്തിൻ അന വമൻ ഇത്തബഅനി, ഞാനും എന്നെ പിൻപറ്റിയവരും. നോക്കൂ നിങ്ങൾ, എന്നെ പിൻപറ്റിയവർ. പണ്ഡിതന്മാർ പറഞ്ഞു ദഅവത്ത്, പ്രബോധനം എന്നതിൻ്റെ ശ്രേഷ്ഠത മനസ്സിലാക്കാൻ ഈ ഒരു ആയത്ത് മാത്രമേ ഉണ്ടായിരുന്നു എങ്കിൽ അത് മതി. കാരണം നിനക്ക് അള്ളാഹുവിൻ്റെ റസൂലിനെ പിൻപറ്റിയവരിൽ ഉൾപ്പെടണോ, നീ ദഅവത്ത് ചെയ്യണം, നീ അള്ളാഹുവിനെ ക്ഷണിക്കണം. ഈ പറഞ്ഞ രൂപത്തിൽ വമൻ ഇത്തബഅനി, എന്നെ പിൻപറ്റിയവർ ഈ മാർഗത്തിലേക്ക് ക്ഷണിക്കുന്നവരാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബിമാർ, ഉലമാക്കൾ, പണ്ഡിതന്മാർ, അവർ അള്ളാഹുവിൻ്റെ ദീനിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുന്നവരാണ്. മാത്രമല്ല ഈ ആയത്തിൽ ഉലമാക്കൾ പറഞ്ഞു, പ്രബോധനം നടത്തുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റിക്കൊണ്ടാണ് ദഅവത്ത് നടത്തേണ്ടത്. ഓരോരുത്തരും അവനവന് തോന്നിയതുപോലെയല്ല. ദഅവത്തിലെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണിത്. പ്രബോധനം നടത്തേണ്ടത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചു തന്നതുപോലെയാണ്. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞു, അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ദഅവത്ത് നടത്തിയ അതേ മാർഗത്തിൽ ജനങ്ങൾ ദഅവത്ത് നടത്തിയിരുന്നു എങ്കിൽ ഈ ലോകത്തിൽ ഒരു ഫസാദും ബാക്കിയില്ലാത്ത രൂപത്തിൽ ജനങ്ങളെല്ലാം നന്നാകുമായിരുന്നു. എത്ര ശരിയാണ് അദ്ദേഹം പറഞ്ഞത്. നമ്മുടെ ദഅവത്ത് അള്ളാഹുവിൻ്റെ അരികിൽ സ്വീകരിക്കപ്പെടണമെങ്കിൽ, അത് ശരിയാം വണ്ണം ഫലിക്കണമെങ്കിൽ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെ ദഅവത്ത് നടത്തി, നിനക്ക് തോന്നിയ രൂപത്തിലല്ല. ദഅവത്തിൽ ബിദ്അത്തുകൾ ഉണ്ടാക്കരുത്, പുതിയ മാർഗങ്ങൾ സ്വീകരിക്കരുത്. ചില ആളുകൾ ദഅവത്തിൻ്റെ ക്രമം തെറ്റിച്ച് കളയും. ചില ആളുകൾ തൗഹീദൊന്നും ഇപ്പോൾ തൗഹീദ് പറയണ്ടേ, നമുക്ക് ഇപ്പോൾ കുറച്ച് നല്ല സ്വഭാവത്തെക്കുറിച്ചും നല്ല മര്യാദകളെക്കുറിച്ചൊക്കെ പറയും. ആൾക്കാർക്ക് കുറച്ച് നമ്മളോട് ഇഷ്ടം വന്നാൽ പതുക്കെ ഇങ്ങനെ തോണ്ടി പറഞ്ഞു നോക്കാം. അത് ഇസ്ലാമിൻ്റെ വഴിയല്ല. റസൂലേ, താങ്കളോട് കൽപ്പിച്ചത് എന്താണോ അത് തുറന്നു പറയുക, വിവരമില്ലാത്തവരിൽ നിന്ന് തിരിഞ്ഞു കളയുക. അള്ളാഹുവിൻ്റെ കൽപ്പനയാണ്. അങ്ങനെ ദഅവത്ത് നടത്തണം. ദഅവത്ത് നടത്തുന്നവർ ചിലർ പറഞ്ഞതുപോലെ അവനൊരു ഡോക്ടറെ പോലെയാണ്. ഒരാൾക്ക് ക്യാൻസർ ബാധിച്ചിരിക്കുന്നു, അവൻ്റെ കാല് മുറിച്ചു മാറ്റണം. സന്തോഷ വാർത്തയാണോ ഇനി അറിയിക്കാൻ പോകുന്നത്? അല്ല, പറയാൻ പോകുന്നത് ദുഃഖവാർത്തയാണ്. പക്ഷെ പറഞ്ഞിട്ടില്ലെങ്കിലോ അവൻ്റെ ആ ക്യാൻസർ ശരീരത്തിലെ മുഴുവൻ ഭാഗങ്ങളിലേക്കും ബാധിച്ച് അവൻ്റെ ശരീരം മുഴുവൻ ക്യാൻസറായി പോകും. പക്ഷെ അവന് പറഞ്ഞേ തീരൂ. എൻ്റെ കാല് മുറിക്കണമെന്നാണ് പറയാനുള്ളത്, പക്ഷെ പറഞ്ഞേ തീരൂ. ഖുലിൽ ഹഖ്ഖ വലൗ കാന മുർറൻ, സത്യം പറയുക, അത് കയ്പുള്ളതാണ് എങ്കിലും. കളവൊരിക്കലും പറയരുത്. ഒരാളെയും സമാധാനിപ്പിക്കാൻ വേണ്ടി കളവ് പറയരുത്. ചിലപ്പോൾ ചില ആൾക്കാർ വിളിച്ചു, ആകെ എൻ്റെ ജോലി ഇതാണ്, എനിക്കിതല്ലാതെ വേറെ വഴിയില്ല, എൻ്റെ സമ്പാദ്യം എല്ലാം ഇതിന്മേലാണ്, ഈ ജോലി ഹറാമാണ് ഉസ്താദേ. ഒരിക്കലും നിന്റെ ലക്ഷ്യം ചോദിക്കുന്നവനെ സമാധാനിപ്പിക്കലാവരുത്. അള്ളാഹുവിൻ്റെ മുൻപിൽ നിനക്ക് രക്ഷപ്പെടണോ, ഹലാലാണോ ഹലാലാണെന്ന് പറയാം, ഹറാമാണോ ഹറാമാണെന്ന് പറയാം. അവനെ സമാധാനിപ്പിച്ചതിൻ്റെ പേരിൽ അള്ളാഹു നാളെ നിന്നെ സ്വർഗത്തിലിടില്ല. ഹറാം ഹലാലാക്കിയതിൻ്റെ പേരിൽ നിനക്ക് ശിക്ഷയാണ് ലഭിക്കുക. അവനാ ഹറാമെന്നതിൻ്റെ പ്രതിഫലം നിന്റെ തലക്കേരിക്കും. ഒരാൾക്ക് ഇഷ്ടമില്ല എന്ന് വിചാരിച്ച് പറയാൻ നിൽക്കാൻ ദീനൊന്നും പറയാൻ പറ്റില്ല. അതുപോലെ തന്നെ ദഅവത്തിൻ്റെ രൂപങ്ങൾ, അതിൽ പുതിയ മാർഗങ്ങൾ കൊണ്ടുവരും. ചില ആൾക്കാർ ദഅവത്തിന് പുതിയ രൂപങ്ങൾ കൊണ്ടുവരും. ചില ആളുകൾ പറയും, ഹറാമിലൊക്കെ ജീവിക്കുന്ന ആളുകളെ നമുക്ക് നന്നാക്കി കൊണ്ടുവരാൻ തൽക്കാലം കുറച്ച് ഹറാം, അതിൻ്റെ ഒരു കടുപ്പം കുറച്ച് നമുക്ക് കേൾപ്പിച്ചു കൊടുക്കുക, കുറച്ച് മ്യൂസിക് പരിപാടിയൊക്കെ വെക്കുക. എന്നിട്ട് മ്യൂസിക്കൊക്കെ കേൾക്കുന്നതിൻ്റെ ഇടയിൽ ഒരു 5 മിനിറ്റ് നമ്മൾ എന്തെങ്കിലും ഒരു ക്ലാസ് ഇട്ടെടുത്ത് വെക്കുക. പറ്റില്ല. ഹറാമുകൾ കൊണ്ട് അള്ളാഹുലേക്ക് ക്ഷണിക്കാൻ പാടില്ല. സിനിമകൾ കൊണ്ട് അള്ളാഹുലേക്ക് ക്ഷണിക്കാൻ പാടില്ല. നാടകങ്ങൾ കൊണ്ട് അള്ളാഹുലേക്ക് ക്ഷണിക്കാൻ പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെ ക്ഷണിച്ചു അങ്ങനെ ക്ഷണിക്കണം. ആ മാർഗത്തിൽ തെറ്റാൻ പാടില്ല. അതാണ് വമൻ ഇത്തബഅനി എന്നതിൻ്റെ അർത്ഥം. അതുപോലെ തന്നെ ചില ആളുകൾ ദഅവത്തിൻ്റെ രീതികൾ മാറ്റിമറിക്കും. ഉദാഹരണത്തിന് ചില ആളുകളുടെ അരികിൽ ദഅവത്ത് എന്ന് പറഞ്ഞാൽ തർക്കമാണ്. തർക്കം എന്നത് എല്ലാവരോടും സ്വീകരിക്കേണ്ട വഴിയല്ല. ബസ് കയറിയാൽ ഒരുത്തൻ അടുത്തിരുന്ന് കഴിഞ്ഞാൽ അടുത്തിരുന്നോ കുടുങ്ങിപ്പോയി, അവൻ അടുത്തിരുന്ന് കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു വിഷയത്തിൽ അവനായിട്ട് തർക്കിക്കാൻ വിഷയം കിട്ടുമോ എന്ന് നോക്കിയെടുക്കാണ്. അപ്പോൾ നിങ്ങളെ പേരെന്താ? സുഗന്ധന്. നിങ്ങൾ ഈ കാര്യം നിങ്ങളെ അഭിപ്രായം എന്താ? അപ്പോൾ ഇയാൾ എന്ത് പറഞ്ഞോ അതിന് നേരെ വിപരീതം. എല്ലാവരോടും തർക്കിക്കുക എന്നത് ദഅവത്തിൻ്റെ രീതിയല്ല. അറിവില്ലാത്തവന് പഠിപ്പിച്ചു കൊടുക്കണം. സംശയങ്ങളുള്ളവൻ അത് ദൂരീകരിച്ചു കൊടുക്കണം. കളവ് പ്രചരിപ്പിക്കുന്നവർ അവർക്ക് മറുപടി നൽകണം. അബദ്ധത്തിൽ പെട്ടുപോയവർ തിരുത്തി കൊടുക്കണം.
എല്ലാവരോടും തർക്കിക്കുക എന്നത് ഇസ്ലാമിൻ്റെ രീതിയല്ല. അപ്പോൾ സഹോദരങ്ങളെ, ഇത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്.